നമസ്കാരം. അപ്പോൾ നമ്മളിപ്പോൾ ആറന്മുളയിലാണ്. അപ്പോൾ നമ്മൾ ഒരു 2 വർഷം മുമ്പ് ചെയ്ത ഒരു റൂഫ് വർക്കാണ് ഈ മുകളിൽ കാണുന്നത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മളിവിടെ ഒരു ഗേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഗേറ്റ് നമ്മൾ ഓൾറെഡി നമ്മളൊരു 3-4 ഗേറ്റ് നമ്മൾ ഇതേ ടൈപ്പ് തന്നെ ഗേറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് 2 മരത്തിൻ്റെ ഡിസൈനും പെയിൻറ്റിങ് ഉൾപ്പെടെയാണ് നമ്മൾ ഈ വർക്ക് ഇവിടെ ഫിനിഷ് ആക്കി കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ ഗേറ്റിന് ഈ വുഡൻ ഫിനിഷിങ് കിട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ HPL ഷീറ്റാണ്. 10 വർഷം വാറണ്ടി ഉള്ള ഷീറ്റാണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ അത് ഒരു താഴെ ഈ കാണുന്ന വെർട്ടിക്കൽ ഗ്രില്ല്, ഇത് 20-20 ട്യൂബിൽ നമ്മൾ ഏകദേശം 30 സെൻറ്റിമീറ്റർ വെർട്ടിക്കൽ പീസിലാണ് നമ്മൾ ഈ കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഏകദേശം 55 mm ഡിസ്റ്റൻസിലാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഈ ഗേറ്റിൻ്റെ സ്ലൈഡിങ് ഗേറ്റ് ചിലർ പറയും ഇത് ഉരുളത്തില്ല. അതുകൊണ്ട് ഇത് നോക്കിയാട്ടെ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും സിമ്പിളായിട്ട് ഒരു വിരലിലാണ് ഈ ഒരു ഗേറ്റ് മൂവ് ആവുന്നത്. അത്രയ്ക്കും ഫ്രീ ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ അപ്പോൾ ഇതിൻ്റെ 2 SS ഹാൻഡിൽ, അതായത് 1 ഇഞ്ച് ട്യൂബിൽ നമ്മൾ 50 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് നമ്മൾ ഈ ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഈ CNC വർക്ക് ചെയ്തിട്ടുള്ള 1 point തിക്നെസ് ഉള്ള GP ഷീറ്റിലാണ് നമ്മൾ ഇതിൻ്റെ CNC വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിനെ നമ്മൾ കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ HPL ഷീറ്റിൻ്റെ ബാക്ക് സപ്പോർട്ടായിട്ട് ഏകദേശം 30 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ നമ്മൾ 50-25 ട്യൂബിൽ ഒരു ഫ്രെയിം വർക്ക് കൂടി നമ്മളിതിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് ഉപയോഗിച്ചേക്കുന്ന പെയിൻ്റ് എന്ന് പറഞ്ഞാൽ ആട്ടോകോട്ട്, റോയൽ കോട്ടിൻ്റെ ആട്ടോകോട്ട് പെയിൻ്റാണ് നമ്മൾ ഇതിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതേ വീട്ടിൽ ഏകദേശം 2 വർഷത്തിന് മുമ്പ് നമ്മൾ ചെയ്തൊരു റൂഫ് വർക്കാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ റൂഫ് വർക്ക് മറ്റ് വീടുകളെ അപേക്ഷിച്ച് ഒരുപാട് ഹൈറ്റിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന സ്റ്റെയർ റൂം, ഈ സ്റ്റെയർ റൂമിൻ്റെ മുകളിൽ വന്നേക്കുന്ന ഒരു ഷെയ്ഡ് വർക്ക് കാരണമാണ് നമുക്ക് ഇതിന് ഇത്രയും ഹൈറ്റ് കൊടുക്കേണ്ടി വന്നത്. ഇതിപ്പോൾ ഏകദേശം നമുക്ക് ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 18 അടി ഹൈറ്റാണ് നമുക്ക് സെൻറ്റർ പോർഷനിൽ തന്നെ വരുന്നത്. 1600 സ്ക്വയർ ഫീറ്റോളം വരുന്ന ഈ ഒരു റൂഫ് വർക്ക് നമ്മൾ ഇതിന് ഉപയോഗിച്ചേക്കുന്ന എല്ലാം തന്നെ അപ്പോളോയുടെ GP ട്യൂബുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിന് റാഫ്റ്ററായിട്ട് ഉപയോഗിച്ചേക്കുന്ന 80-40 16 ഗേജ് വരുന്ന അപ്പോളോ ട്യൂബുകളും പർലിംഗ് ആയിട്ട് യൂസ് ചെയ്തേക്കുന്ന 25-25 16 ഗേജുള്ള ട്യൂബുകളും ഏകദേശം 750 mm ഡിസ്റ്റൻസിലാണ് നമ്മൾ ഇതിൻ്റെ ഓരോ പർലിങ്ങുകളും നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇതിന് യൂസ് ചെയ്തേക്കുന്ന കോഫി ബ്രൗൺ ജിൻഡാളിൻ്റെ 0.35 mm തിക്നെസ് ഉള്ള റൂഫിംഗ് ഷീറ്റാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഒപ്പം ഇതിൻ്റെ 4 ഭാഗത്തായിട്ട് നമ്മൾ 6 ഇഞ്ചിൻ്റെ ഏസറിൻ്റെ പാത്തിയും കൂടെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ പറഞ്ഞു ജിൻഡാളിൻ്റെ കോഫി ബ്രൗൺ, എല്ലായിടത്തും ഗ്രേ ആണ് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ ഓർഡർ കൊടുത്ത് കോഫി ബ്രൗൺ ഷീറ്റാണ് നമ്മൾ ഈ ഒരു റൂഫ് വർക്കിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. പിന്നെ ഈ വീടിൻ്റെ എലിവേഷന് ഒട്ടും പോരായ്മ വരാത്ത രീതിയിൽ ഫ്രണ്ടിലൊരു ഗ്രിൽ വർക്ക് കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെയാണ് ഈ ആറന്മുളയിലെ വർക്കിൻ്റെ വിശേഷങ്ങൾ.